ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചാപ്റ്റർ 10 ആയിട്ടുള്ള ബെനാക്ക് ആൽജിബ്രയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ബെനാക്ക് സ്പേസ് എന്ന് എഴുതി. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു നോട്ട് തന്നിട്ടുണ്ടല്ലോ, ആ നോട്ട് വെച്ചിട്ട് ഈ ക്ലാസ് കേൾക്കാം കേട്ടോ. അപ്പോൾ എനിക്കത് ഫുള്ള് എഴുതണ്ടല്ലോ തിയറം. നമുക്കൊരു ബെനാക്ക് സ്പേസ് ഉണ്ട്. ഇതിൽ ഞാൻ എഴുതിയ നോട്ടൊക്കെ സാധാ എ ആണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കത് സ്ക്രിപ്റ്റ് എ എന്നായിരിക്കും കേട്ടോ നമ്മുടെ ടെക്സ്റ്റിലുള്ളത്. അപ്പോൾ നമുക്ക് ഒരു സ്ക്രിപ്റ്റ് എ എന്ന് പറയുന്ന ഒരു ബെനാക്ക് സ്പേസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ബെനാക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു നോംഡ് ലീനിയർ സ്പേസിനെ ബെനാക്ക് എന്ന് വിളിക്കണമെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള നോംഡ് ലീനിയർ സ്പേസ് ആണ് എ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ ഒരു ബെനാക്ക് ആൽജിബ്ര, ഒരു ബെനാക്ക് സ്പേസിനെ ബെനാക്ക് ആൽജിബ്ര എന്ന് പറയണമെങ്കിൽ ഒരു ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷൻ ആണ് പ്രോഡക്റ്റ് ഓപ്പറേഷൻ എന്ന് പറയും. അതായത് എക്സ് ഡോട്ട് വൈ എടുത്തു നമ്മൾ. അപ്പോൾ ഏതൊരു എലമെന്റ് എക്സ് ഡോട്ട് വൈ എടുത്താലും, അതായത് എയിലത്തെ കേട്ടോ, നമ്മുടെ ബെനാക്ക് സ്പേസിലത്തെ ഏതൊരു എലമെന്റ് എക്സ് ഡോട്ട് വൈ എടുത്തു, അങ്ങനെയാണെങ്കിൽ അത് ലീനിയർ ആയിരിക്കണം, അസോസിയേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിരിക്കണം വിത്ത് റെസ്പെക്ട് ടു ബോത്ത് വേരിയബിൾസ്. അതായത് എക്സിലും വൈയിലും എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. പിന്നെ അവിടെ ഒരു യൂണിറ്റി എലമെന്റ് ഉണ്ടാവണം. അതായത് ഒരു ഇ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടാവണം സച്ച് ദാറ്റ് ഫോർ ഓൾ എക്സ്, എക്സ് ഇൻറ്റു ഇ ഈക്വൽ ടു ഇ ഇൻറ്റു എക്സ് ഈക്വൽ ടു എന്താവണം, സോറി, അതായത് നമ്മൾ എക്സ് ഇൻറ്റു ഇ ഈക്വൽ ടു ഇ ഇൻറ്റു എക്സ് ഈക്വൽ ടു എക്സ് ആവുന്ന ടൈപ്പ് ഒരു യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് ഒരു ബെനാക്ക് സ്പേസിനെ നമ്മൾ ബെനാക്ക് ആൽജിബ്ര എന്ന് പറയാം. അതായത് അവിടെ ഒരു ഓപ്പറേഷൻ, പ്രോഡക്റ്റ് ഓപ്പറേഷൻ ഉണ്ടാവും എക്സ് ഡോട്ട് വൈ. അത് ലീനിയാരിറ്റി ഉണ്ടാവണം, അവിടെ അസോസിയേറ്റിവിറ്റി ഉണ്ടാവണം, കണ്ടിന്യൂറ്റി ഉണ്ടാവണം. പിന്നെ അവിടെ എന്തുണ്ടാവണം, കണ്ടിന്യൂറ്റി വിത്ത് റെസ്പെക്ട് ടു ബോത്ത് ദ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആയിരിക്കണം. പിന്നെ അവിടെ ഒരു യൂണിറ്റ് എലമെന്റ്, അതായത് ഇ എന്ന് പറയുന്ന ഒരു എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണം സച്ച് ദാറ്റ് എക്സ് ഇൻറ്റു ഇ ഈക്വൽ ടു ഇ ഡോട്ട് എക്സ് ഈക്വൽ ടു എക്സ്. ഇത് നമ്മൾ ഈ ചാപ്റ്ററിൽ കണ്ടു. ഇത്രയാണ് ബെനാക്ക് ആൽജിബ്രയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ ചാപ്റ്ററിൽ കൺസിഡർ ചെയ്യുന്ന ബെനാക്ക് ആൽജിബ്രയൊക്കെ കമ്മ്യൂട്ടേറ്റീവ് കൂടി ആയിരിക്കും കേട്ടോ. നമ്മൾ പഠിക്കുന്നതൊക്കെ കമ്മ്യൂട്ടേറ്റീവ് കൂടി ആയിട്ടുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബെനാക്ക് ആൽജിബ്ര ആവാൻ ലീനിയാരിറ്റി, അസോസിയേറ്റിവിറ്റി, കണ്ടിന്യൂറ്റി, യൂണിറ്റി, ഈ 4 ഓപ്ഷൻ മതി. പക്ഷെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കമ്മ്യൂട്ടേറ്റീവ് കൂടി ആയിരിക്കും. അതായത് എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു എന്ത് കൂടി ആയിരിക്കും, വൈ ഡോട്ട് എക്സ് കൂടി ആയിരിക്കും. ഇനി ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് തിയറം 10.1.1 പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ there exists an equivalent norm star, ഒരു ഇക്വലന്റ് നോം സ്റ്റാർ ഉണ്ടാവും ഓൺ സ്ക്രിപ്റ്റ് എ. അതായത് ബെനാക്ക് ആൽജിബ്രയിൽ ഒരു ഇക്വലന്റ് നോം ഉണ്ടാവും സച്ച് ദാറ്റ് എന്തായിരിക്കും, അത് രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് നോം സ്റ്റാർ ഓഫ് എക്സ് ഡോട്ട് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം സ്റ്റാർ എക്സ് ഇൻറ്റു നോം സ്റ്റാർ വൈ. പിന്നെ നോം സ്റ്റാർ ഓഫ് ഇ, നമ്മുടെ യൂണിറ്റ് എലമെന്റിന്റെ നോം ഈക്വലന്റ് നോമിന് എന്തായിരിക്കും, 1 തന്നെ ആയിരിക്കും. ഈ 2 കണ്ടീഷനാണ് നമുക്ക് കാണിക്കുന്നത്. അതായത് എ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ബെനാക്ക് സ്പേസ് അല്ലേ, അതിന് ഒരു നോം നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പൊ ഇത് എ ഒരു ബെനാക്ക് ആൽജിബ്ര ആണെങ്കിൽ അവിടെ ഒരു ഇക്വലന്റ് നോം കൂടി ഉണ്ടാവും. നോം സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഇക്വലന്റ് നോം ഉണ്ടാവും. ആ നോം ഈ 2 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യും. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോൾ
അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ എയിലെ എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ നമുക്കൊരു നോം ഉണ്ടെന്ന്, ഇവിടെ നോം ഉണ്ടെന്ന് കാണിക്കണം, നമ്മൾ ഇക്വലന്റ് ആണെന്നൊക്കെ കാണിക്കണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഒരു ഓപ്പറേറ്റർ നമ്മൾ എയില് ഡിഫൈൻ ചെയ്യാണ്, ഒരു ലീനിയർ ഓപ്പറേറ്റർ. അതിന് വേണ്ടിയിട്ട് ലെറ്റ് നമ്മൾ എന്തെടുത്തു? എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബെനാക് ആൽജിബ്ര സ്ക്രിപ്റ്റ് എയിലെ ഒരു എലമെന്റ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഒരു ലീനിയർ ഓപ്പറേറ്റർ ടി എക്സ് ഡിഫൈൻ ചെയ്യാണ്, സച്ച് ദാറ്റ് എങ്ങനെയാണ്? ടി എക്സ് ഓഫ് വൈ, ടി എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് ഡോട്ട് വൈ ആണ്. ടി എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് ഡോട്ട് വൈ ആണ് ഫോർ ഓൾ വൈ ബിലോങ്സ് ടു എ. അങ്ങനെ ഒരു ഓപ്പറേറ്റർ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇതെന്താണെങ്കിലും ലീനിയർ ആയിരിക്കില്ലേ? നമ്മളിപ്പോ നോക്കുകയെന്ന് വിചാരിച്ചു, ടി എക്സ് ഓഫ് ഇപ്പൊ ഒരു വൈ പ്ലസ് സെഡ് എടുത്തു എന്ന് വിചാരിച്ചോ നിങ്ങൾ. അപ്പൊ അത് നമുക്ക് എന്താ കിട്ടുക? നമ്മുടെ ഈ ഓപ്പറേഷൻ വെച്ചിട്ട് എക്സ് ഡോട്ട് വൈ പ്ലസ് സെഡ് എന്നല്ലേ കിട്ടണ്ടേ? ഇതെന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ് ഡോട്ട് വൈ പ്ലസ് എന്ത് കിട്ടും? എക്സ് ഡോട്ട് സെഡ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ടി എക്സ് വൈ പ്ലസ് ടി എക്സ് സെഡ് അല്ലേ? ഇതേപോലെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ വന്നാലും ഇതേ പ്രോപ്പർട്ടി തന്നെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ടി എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സാധനം എന്താണ്? ഈ ഓപ്പറേറ്റർ ലീനിയർ ആണ്. ഇനി നമ്മൾ പറഞ്ഞു സ്ക്രിപ്റ്റ് എ എന്ന് പറയുന്നത് ബെനാക് ആൽജിബ്ര ആണ് അല്ലേ? അപ്പോ സ്ക്രിപ്റ്റ് എ ബെനാക് ആൽജിബ്ര ആണെങ്കിൽ അതിലുള്ള ഏത് രണ്ട് എലമെന്റ് എടുത്താലും അത് ലീനിയാരിറ്റി ഉണ്ട്, അസോസിയേറ്റിവിറ്റി ഉണ്ട്, കണ്ടിന്യൂറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോ സ്ക്രിപ്റ്റ് എ ബെനാക് ആൽജിബ്ര ആയതുകൊണ്ട് അതിലത്തെ ഒരു എക്സും വൈയും എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? കണ്ടിന്യൂറ്റി അല്ലെ? ബെനാക് ആൽജിബ്രയിലെ എക്സിന്റെയും വൈന്റെയും കണ്ടിന്യൂറ്റി പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ഡോട്ട് വൈയും എന്താന്ന് പറയാം? കണ്ടിന്യൂസ് ആണ് പറയാം. അപ്പൊ നമ്മളിപ്പോ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഓപ്പറേറ്റർ ആണല്ലോ ടി എക്സ് വൈ എന്ന് പറയുന്നതാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത ഓപ്പറേറ്റർ ആണ് ടി എക്സ്. ടി എക്സ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഡോട്ട് വൈ ആണ്. അപ്പോ എക്സും വൈയും സ്ക്രിപ്റ്റ് എയിലത്തെ എലമെന്റ് ആണ് അല്ലെ? സ്ക്രിപ്റ്റ് എയിലെ എലമെന്റ് ഒക്കെ എന്താണ്? എക്സും കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു ബോത്ത് ദ വേരിയബിൾസ് ആയതുകൊണ്ട് നമുക്ക് എക്സ് ഡോട്ട് വൈയും എന്താന്ന് പറയാം? കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പൊ നമ്മുടെ ലീനിയർ ഓപ്പറേറ്റർ ആയിട്ടുള്ള ടി എക്സ് ലീനിയർ ആണെന്ന് ഓൾറെഡി നമുക്കറിയാം. ടി എക്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്താന്ന് കിട്ടും നമുക്ക്? ലീനിയർ ഓപ്പറേറ്റർ ആണ്. അപ്പൊ നമുക്കറിയാം എല്ലാ കണ്ടിന്യൂസ് ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ ബെനാക് സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? ബൗണ്ടഡ് ആണ്. ദെർഫോർ ടി എക്സിനെ എന്തെന്ന് പറയാം? ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ഓൺ സ്ക്രിപ്റ്റ് എ എന്ന് പറയാം. അപ്പൊ ടി എക്സ് നമ്മളിപ്പോ ഡിഫൈൻ ചെയ്തിട്ടുള്ള ടി എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് ഡോട്ട് വൈ ഫോർ ഓൾ വൈ ബിലോങ്സ് ടു എ എന്ന് പറയുന്നത് ലീനിയർ ആണ്, കണ്ടിന്യൂസ് ആണ്, ബൗണ്ടഡ് ആണ്. ഇനി എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാല് നമ്മളൊരു മാപ്പ്, ഇവിടെ ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാല് ഇവിടെ ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ എവിടെ നിന്ന്, അതായത് ഫൈ എന്ന് പറയുന്ന ഒരു മാപ്പിംഗ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഫൈ ഫ്രം സ്ക്രിപ്റ്റ് എ, അതായത് നമ്മുടെ ബെനാക് ആൽജിബ്രയിൽ എൽ ഓഫ് എ സെറ്റ് ഓഫ് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സിന്റെ കളക്ഷനിലേക്കുള്ള ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്തു. അപ്പൊ നമുക്കറിയാലോ ടി എക്സ് ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ അല്ലേ? അപ്പോ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ മാപ്പിംഗ് എയിൽ നിന്ന് എൽ ഓഫ് എയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന നമ്മുടെ മാപ്പിംഗ് ഉണ്ടല്ലോ, ആ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ടി എക്സ് ആണ് നമ്മൾ കാണിക്കുകയാണ് കേട്ടോ. ഇനി
സോറി, ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ടി എക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോറി, അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യാണ് ഫൈ എന്ന് പറയുന്നത് എയിൽ നിന്ന് എൽ ഓഫ് എയിലേക്ക്, അതായത് സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററിലേക്കുള്ള ഒരു മാപ്പിംഗ്. അപ്പൊ നമ്മൾ ഫൈ ഓഫ് എക്സ് ആയിട്ട് ടി എക്സ് എന്ന് ഡിഫൈൻ ചെയ്തു. കാരണം ടി എക്സ് നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ, ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഫൈ ലീനിയർ ആണെന്ന് പറയാണ്. നമുക്കറിയാം അല്ലെ, ടി എക്സ് ഓൾറെഡി ലീനിയർ ആണെന്ന് കാണിച്ചല്ലോ. അപ്പൊ ഫൈ നമ്മുടെ മാപ്പിങ്ങും എന്താന്ന് പറയാം, നമുക്ക് ലീനിയർ ആണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മള് ടി എക്സ് വൈ ഓഫ് സെഡ് കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. ടി എക്സ് വൈ ഓഫ് സെഡ്, ടി എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡെഫിനിഷൻ പ്രകാരം അതെന്താണ്, ഫൈ ഓഫ് എക്സ് വൈ ആണ്. അപ്പോ ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം, ടി എക്സ് വൈ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ടി എക്സ് വൈ എന്ന് പറഞ്ഞാൽ ടിയുടെ ഡെഫിനിഷൻ എക്സ് വൈ ഡോട്ട് സെഡ് എന്നല്ലേ. ഇനി നമുക്കറിയാം എ എന്ന് പറയുന്നത് ബെനാക് ആൽജിബ്രയാണ്, അത് അസോസിയേറ്റീവ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ് എന്ന് എഴുതാലോ. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് ടി എക്സ് ഓഫ് വൈ സെഡ് എന്ന് എഴുതാം അല്ലെ. ഇനി വൈ സെഡിനെ നമുക്ക് വേണമെങ്കിൽ ടി എക്സ് ടി വൈ ഓഫ് സെഡ് എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം നമുക്ക് വേണമെങ്കിൽ ഫൈ ഓഫ് എക്സ് ഇൻറ്റു വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ. അതായത് ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ. അങ്ങനെ എഴുതാൻ പറ്റുമല്ലോ നമുക്ക്. ഇപ്പൊ ലീനിയറും ആണ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റി. പിന്നെ നമ്മൾ പറയാണ്, നമുക്കറിയാം അല്ലെ, ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ്. അപ്പോ അവിടുത്തെ നോം എന്ന് പറയുന്നത് സുപ്രീമം നോം അല്ലേ. അപ്പോ ആ നോം എന്ന് പറഞ്ഞാൽ നോം ടി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും, സുപ്രീമം ഓഫ് നോം വൈ അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 നോം എക്സ് ഇൻറ്റു നോം വൈ എന്നാണ്. ഇനി നമുക്കറിയാം നോം വൈയുടെ വാല്യൂ എന്താണെങ്കിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണല്ലോ. അപ്പൊ ഇതെന്ന് പറയുന്നത് ലെസ് ദാൻ സുപ്രീമം ഓഫ് നോം എക്സ് എന്ന് പറയും, വിച്ച് ഇസ് ഈക്വൽ ടു എന്തിനോട് ഈക്വൽ ആണ്, നോം എക്സ്. അതായത് നോം ടി എക്സ് എന്ന് പറയുന്നത് നോം എക്സിനോട് ഈക്വൽ ആണ്. അതുകൊണ്ട് ഫൈ ഒരു ഐസോമെട്രി. നമ്മൾ ഐസോമെട്രി ആണ്, നോം ഐസോമെട്രി ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം നോം ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു നോം എക്സ് എന്നാണ്. അപ്പൊ നോം ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്, നോം ടി എക്സിനോട് ഈക്വൽ ആണ്. ടി എക്സ് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആയതുകൊണ്ട് അവിടുത്തെ നോം സുപ്രീമം നോം ആയിരിക്കും. അത് ചെയ്യുമ്പോൾ നോം നമുക്ക് എന്തെന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു നോം എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഐസോമെട്രി ആണ് കിട്ടി. ഫൈ ഇസ് ആൻ ഐസോമെട്രി, ഫൈ ലീനിയർ ആണ്, ഫൈ ഐസോമെട്രി ഉണ്ടെന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല് ഒരു സബ്സ്പേസ് പി എടുക്കുക. നമ്മുടെ എൽ ഓഫ് എ, സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഉണ്ടല്ലോ, എൽ ഓഫ് എ, അതിലത്തെ ഒരു സബ്സ്പേസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പി കൺസിഡർ ചെയ്തു. അപ്പൊ പി എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ആണ് അല്ലെ, ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററുകളുടെ ഒരു സബ്സ്പേസ്. അപ്പൊ പിയിലും കുറച്ച് ബൗണ്ടഡ് ആയിട്ടുള്ള ലീനിയർ ഓപ്പറേറ്ററുകൾ അല്ലേ ഉണ്ടാവുക. അപ്പോ പിയിലുള്ള ഓപ്പറേറ്റർ ഏത് ഫോമിലുള്ള ഓപ്പറേറ്ററുകളാണ് പിയിൽ ഉണ്ടാവുക എന്ന് വെച്ചാൽ ബി ഓഫ് എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു, നമുക്ക് ബി എക്സ് വൈ എന്ന് എഴുതാൻ പറ്റുന്ന ഓപ്പറേറ്ററുകളുടെ കളക്ഷനുകളാണ് നമ്മുടെ പിയിൽ ഉണ്ടാവുക. അതായത് നമ്മളെ പി എന്ന് പറയുന്നത് നമ്മുടെ എൽ ഓഫ് എയുടെ ഒരു സബ്സ്പേസ് ആണ്, അതായത് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററുകളുടെ ഒരു സബ്സ്പേസ് ആണ്. പിയിലുള്ള ഓപ്പറേറ്ററുകളൊക്കെ ഏത് ഫോമിലാന്ന് എടുത്തു, നമ്മൾ ബി ഓ എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു ബി എക്സ് വൈ എന്ന് നമ്മൾ എടുത്തു.
നമ്മൾ കാണിക്കാൻ പോകുന്നത് പി എന്ന് പറയുന്നത് ഫൈ ഓഫ് എനോട് ഈക്വൽ ആണ് എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ടി എക്സ് ഫൈ ഓഫ് എ എന്ന് പറയുന്നത് എന്താന്ന് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. മാപ്പിംഗ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ടി എക്സ് ആണല്ലോ. അപ്പൊ നമുക്കറിയാം അല്ലെ, ടി എക്സ് എന്ന് പറയുന്നത് എന്തിലുള്ള എലമെന്റാ? നമ്മുടെ ഫൈ ഓഫ് എയിലുള്ള എലമെന്റ് ആണ് അല്ലെ, ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ്. അപ്പോ നമ്മളിപ്പോ ഡിഫൈൻ ചെയ്യുവാണേ, ടി എക്സ് ഓഫ് ഒരു വൈ ഡോട്ട് സെഡ് നമ്മൾ കൺസിഡർ ചെയ്താല് നമുക്ക് എന്ത് കിട്ടും? ടി എക്സിന്റെ ഡെഫിനേഷൻ എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ്. ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? അസോസിയേറ്റീവ് ആയതുകൊണ്ട് എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ് എന്ന് എഴുതാമല്ലോ. എക്സ് ഡോട്ട് വൈ എന്ന് പറഞ്ഞാൽ എന്താ? ടി എക്സ് വൈ അല്ലേ. ഇതിനെ നമുക്ക് ടി എക്സ് വൈ ഡോട്ട് സെഡ് എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഇപ്പൊ ബി ഓഫ് എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു ബി എക്സ് വൈ എന്ന് എഴുതണം അല്ലെ. അപ്പൊ നമുക്ക് ടി എക്സ് ഓഫ് വൈ ഡോട്ട് സെഡിനെ നമ്മൾ കണ്ടോ, ഈ ബി എക്സിന് പകരം ടി എക്സ് വൈ ഡോട്ട് സെഡ് എന്ന് എഴുതാൻ പറ്റിയില്ലേ? ഒരു നമ്മുടെ ബി പോലത്തെ തന്നെ ഒരു ഓപ്പറേറ്റർ ആയിട്ട് മാറി നമ്മുടെ ടി എക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇതിനെ വേണമെങ്കിൽ അതായത് ടി എക്സ് വൈ സെഡ് എന്ന് എഴുതായി സാധനത്തിൽ. അപ്പൊ നമ്മുടെ എന്തുപോലെ തന്നെയായി? ബി പോലെ നമ്മൾ ഡിഫൈൻ ചെയ്ത ബി പോലത്തെ തന്നെ ഓപ്പറേറ്റർ ആണ്. അപ്പൊ ഇത് ബി പോലെയാണെങ്കിൽ ഇത് എന്തിലുണ്ട്? ബിയുടെ അതായത് ഏതൊരു ഓപ്പറേറ്ററിനെ ബി ഓഫ് എക്സ് ഡോട്ട് വൈനെ ബി എക്സ് വൈന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ പിയിലുള്ള എലമെന്റ് ആണല്ലോ. അപ്പൊ ടി എക്സ് ഓഫ് വൈ ഡോട്ട് സെഡിനെ നമുക്ക് ടി എക്സ് വൈ സെഡ് എന്ന് എഴുതാൻ പറ്റുന്നുള്ളതുകൊണ്ട് ടി എക്സ് എന്തിലുണ്ട് എന്ന് കിട്ടി? പിയിലുണ്ടെന്ന് കിട്ടി. അപ്പോ ഫൈ ഓഫ് എയിലെ ഒരു ടി എക്സ് എടുത്തപ്പോ അത് എന്തിലുള്ള എലമെന്റ് ആണെന്ന് കിട്ടി? നമുക്ക് പിയിലുള്ള ഒരു എലമെന്റ് ആണെന്ന് കിട്ടി. അപ്പോ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇതിന്ന്? ഫൈ ഓഫ് എ സബ്സെറ്റ് ഓഫ് പി എന്ന് കിട്ടി. ഇനി നമുക്ക് നേരെ തിരിച്ച് കാണിക്കണം, പി സബ്സെറ്റ് ഓഫ് ഫൈ ഓഫ് എ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? പിയിലുള്ള ഒരു എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ പിയിലുള്ള ഒരു എലമെന്റ് ആയിട്ടുള്ള ഒരു ബിനെ നമ്മൾ ബി ബിലോങ്സ് ടു പി എടുത്തു. അപ്പോ നമുക്കറിയാം അല്ലെ, പിയിലുള്ള എലമെന്റുകളുടെ പ്രോപ്പർട്ടി എടുത്തു. അപ്പൊ നമ്മളൊരു ബി സെഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ബെനാക് ആൾജിബ്ര ആയതുകൊണ്ട് അവിടെ ഐഡന്റിറ്റി യൂണിറ്റ് എലമെന്റ് ഉണ്ടാവും. അപ്പൊ ബി ഓഫ് ഇ സെഡ് എന്ന് എഴുതാം. ബി സെഡിനെ നമുക്ക് ബി ഓഫ് ഇ ഡോട്ട് സെഡ്. ബി ഓഫ് എക്സ് ഡോട്ട് വൈനെ നമ്മൾ പറഞ്ഞു ബി എക്സ് വൈ എന്ന് എഴുതാന്ന്. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബിഇനെ നമ്മൾ ഒരു എക്സ് ആയിട്ട് എടുത്തു. അപ്പൊ എക്സ് ഡോട്ട് സെഡ് ദാറ്റ് ഈസ് ടി എക്സ് ഓഫ് സെഡ് എന്ന് എഴുതാലോ. ടി എക്സ് ഓഫ് സെഡ്. അപ്പൊ നമ്മള് ടി എക്സ് ഓഫ് സെഡ് ഒരു എലമെന്റിനെ ടി എക്സ് ഓഫ് സെഡ് എന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മുടെ ഫൈ ഓഫ് എയിലത്തെ എലമെന്റ് അല്ലേ. അപ്പൊ ബി സെഡിനെ നമുക്ക് ടി എക്സ് ഓഫ് സെഡ് എന്ന് എഴുതാം അല്ലെ. ടി എക്സ് ഓഫ് ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ടി എക്സിനോട് ഈക്വല. അപ്പൊ ടി എക്സ് ഓഫ് സെഡ് ബി സെഡിനെ ടി എക്സ് ഓഫ് സെഡ് എന്ന് എഴുതാൻ പറ്റുക ഫോർ എനി സെഡിന് എങ്കിൽ നമുക്ക് കിട്ടി ബി ബിലോങ്സ് ടു എന്തിലുള്ള എലമെന്റ് ആണ് കിട്ടി? ഫൈ ഓഫ് എയിലുള്ള എലമെന്റ് ആണ് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇവിടെ? പി സബ്സെറ്റ് ഓഫ് ഫൈ ഓഫ് എ. അപ്പൊ ആദ്യത്തെ ഇതിൽ കിട്ടി നമുക്ക് എന്താണ്? ഫൈ ഓഫ് എ സബ്സെറ്റ് ഓഫ് പി എന്ന് കിട്ടി. ഇവിടെ നമുക്ക് പി സബ്സെറ്റ് ഓഫ് ഫൈ ഓഫ് എ. അതിന് നമുക്ക് അത് രണ്ടും വെച്ചിട്ട് നമുക്ക് പറയാം പി ഈക്വൽ ടു ഫൈ ഓഫ് എ. പി ഈക്വൽ ടു ഫൈ ഓഫ് എ. ഇപ്പൊ എൽ ഓഫ് എയുടെ ഒരു സബ്സ്പേസ് ആയിട്ടുള്ള പി നമ്മൾ ഡിഫൈൻ ചെയ്തായിരുന്നു. പി എന്ന് പറയുന്നത് ലീനിയർ ഓപ്പറേറ്റർ ഉള്ള കളക്ഷൻ ആണ്. ഏതൊരു ലീനിയർ ഓപ്പറേറ്റർ ബി ഓഫ് എക്സ് സെഡിനെ നമുക്ക് ബി എക്സ് സെഡ് എന്ന് എഴുതാൻ പറ്റും. അപ്പൊ അതും നമ്മുടെ ഫൈ ഓഫ് എയും ഈക്വൽ ആണ് നമുക്ക് കിട്ടി.
അപ്പൊ പി എന്ന് പറയുന്നത് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററുകളുടെ ഫൈ ഓഫ് എ ടി എക്സ് സെറ്റിനോട് ഈക്വൽ ആണ് കിട്ടി. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് പി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ്, അതായത് പി എന്ന് പറയുന്നത് എല്ലിന്റെ ഒരു സബ്സ്പേസ് ആണല്ലോ അല്ലെ. ഇനി അത് ക്ലോസ്ഡ് സബ്സ്പേസ് ആണെന്ന് കാണിക്കാൻ പോവാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, പിയിലുള്ള എലമെന്റ് ഒക്കെ ഒരു ബി എൻ ഫോമിലുള്ള അല്ലെ, ആ സീക്വൻസ് കൺവേർജ് ചെയ്യുന്ന ഒരു ബിയിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പൊ ആ ബിയും നമ്മുടെ പിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തെന്ന് പറയുന്നത്, അതായത് ഒരു സീക്വൻസ് ബി എൻ എടുത്തു, അത് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലോസ്ഡ് സബ്സ്പേസ് ആണ് കാണിക്കാൻ വേണ്ടി എന്ത് കാണിച്ചാൽ മതി, ഈ ബി ബിലോങ്സ് ടു പി ആണ് കാണിച്ചാൽ മതിയല്ലോ നമുക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സീക്വൻസ് ബി എൻ ഓഫ് എക്സ് ഡോട്ട് വൈ, അപ്പൊ നമുക്ക് പ്രോപ്പർട്ടി പ്രകാരം അറിയാം ബി എൻ ഓഫ് എക്സ് ഡോട്ട് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ബി എൻ എക്സ് ഡോട്ട് വൈ ആണ് അല്ലെ, ബി എൻ എക്സ് ഡോട്ട് വൈ ആണ്. ഫോർ ഓൾ എക്സ് കോമ വൈ ബിലോങ്സ് ടു എ. ഇനി നമ്മൾ പറയാണ് സീക്വൻസ് ബി എൻ എക്സ് ഡോട്ട് വൈ എന്ന് പറയുന്നത് കൺവേർജ് ടു, ബി എൻ കൺവേർജ് ചെയ്യുന്നത് ബിയിലേക്കല്ലേ, അപ്പൊ ബി എക്സ് ഡോട്ട് വൈയിലെ ബി എക്സ് വൈയിലേക്കാണല്ലോ. ഇനി നമുക്കറിയാം എക്സും വൈയും ആൾജിബ്രയിലുള്ള എലമെന്റ് ആയതുകൊണ്ട്, ബെനാക്ക് ആൾജിബ്രയിലുള്ള എലമെന്റ് ആയതുകൊണ്ട് എക്സ് ഡോട്ട് വൈയും കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമുക്കറിയാം ബി എൻ ഓഫ് എക്സ് ഡോട്ട് വൈ കൺവേർജസ് ടു ബി ഓഫ് എക്സ് ഡോട്ട് വൈ ആണ്. അപ്പൊ ലിമിറ്റ് പോയിന്റ് സെയിം ആയിരിക്കില്ലേ, അപ്പൊ ബി ഓഫ് എക്സ് ഡോട്ട് വൈ എന്തിനോട് ഈക്വൽ ആയിരിക്കും, ബി എക്സ് ഡോട്ട് വൈനോട് ഈക്വൽ ആയിരിക്കും. കാരണം കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് പോയിന്റ് സെയിം ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പോൾ ബി ഓഫ് എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു ബി എക്സ് ഡോട്ട് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ബി എന്ന് പറയുന്ന എവിടുത്തെ എലമെന്റാ, പിയിലത്തെ എലമെന്റ് ആണ്. അപ്പോൾ കൺവേർജ് ചെയ്യുന്ന ആ ബി എന്ന് പറയുന്ന പോയിന്റ്, ബി എൻ എന്ന് പറഞ്ഞ സീക്വൻസ് എടുത്ത് അത് കൺവേർജ് ചെയ്യുന്ന ബി എന്ന് പറയുന്നതും നമ്മുടെ പിയുടെ ഉള്ളിലുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റി എന്താണ്, പി എന്ന് പറയുന്നത് ക്ലോസ്ഡ് സബ്സ്പേസ് ആണ്. പി ഈസ് എ ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എൽ നമുക്ക് കിട്ടി. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതായത് ഒരു ഇക്വലൻ നോം നമുക്ക് വേണ്ടേ. അപ്പോൾ ആ നോമായിട്ട് നമ്മൾ നോം എക്സ്, നോം സ്റ്റാർ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മളെ നോം ടി എക്സ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. അപ്പൊ ആദ്യം ഇത് നോം ആണെന്ന് നോക്കണം. അപ്പൊ നോമിന്റെ പ്രോപ്പർട്ടി എന്താണ്, ഫസ്റ്റ് നോം ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇപ്പൊ നോം സ്റ്റാർ എക്സ് നോം ടി എക്സ് ആണല്ലോ. അപ്പോൾ ടി എക്സ് എന്ന് പറയുന്നത് ജനറൽ ലീനിയർ ഓപ്പറേറ്റർ ആണ്, ആ സുപ്രീമം നോം ആണ്. അതെന്താണെങ്കിലും എന്താ നമുക്കറിയാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ വിച്ച് ഇംപ്ലൈസ് എന്താണ്, നമുക്ക് നോം സ്റ്റാർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഫസ്റ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഇനി എന്താ, നോം സ്റ്റാർ എക്സ് ഈക്വൽ ടു 0 വെനെവർ എക്സ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ നോം സ്റ്റാർ എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്, നോം ടി എക്സ് ആണ്. ഇത് 0 ആയിരിക്കണം. അപ്പോൾ ഏതൊരു വൈ എടുത്താലും എക്സ് ഡോട്ട് വൈ എടുത്താലും ഇതെന്തായിരിക്കണം, 0 ആയിരിക്കണം. അത് ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ്, ടി എക്സിലെ നോമല്ലേ എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു 0. അപ്പൊ ഏത് വൈക്കും അത് 0 ആവണമെന്നുണ്ടെങ്കിൽ ഇ എന്ന് പറയുന്ന അവിടുത്തെ എലമെന്റ് അല്ലേ, അപ്പൊ എക്സ് ഡോട്ട് ഇക്കും ഇത് 0 ആവണ്ടേ. അപ്പൊ എക്സ് ഡോട്ട് ഇക്ക് 0 ആവണമെങ്കിൽ വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നോം സ്റ്റാർ എക്സ് ഈക്വൽ ടു 0 വെനെവർ എക്സ് ഈക്വൽ ടു 0. അപ്പം നോം സ്റ്റാർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് നോം സ്റ്റാർ എക്സ് ഈക്വൽ ടു 0 വെനെവർ എക്സ് ഈക്വൽ ടു 0. ഫസ്റ്റ് നോമിന്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആയി. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്തായിരുന്നു, ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി അല്ലെ, ദ നോം സ്റ്റാർ എക്സ് പ്ലസ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്നാണ്, നോം ടി എക്സ് പ്ലസ് വൈ. ഇതെന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്യാം, എക്സ് പ്ലസ് വൈ ഡോട്ട് സെഡ്. ഇതെന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്, നോം എക്സ് ഡോട്ട് സെഡ് പ്ലസ് വൈ ഡോട്ട് സെഡ്. ഇത് നമ്മുടെ ബെനാക് സ്പേസിലെ നോം അല്ലേ.
ഇതെന്ന് പറയുന്നത് എന്താണെങ്കിലും ട്രയാങ്കിൾ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. എക്സ് ഡോട്ട് സെറ്റ് പ്ലസ് നോം വൈ ഡോട്ട് സെറ്റ്. ഇതെന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാണ്? ടി എക്സ് പ്ലസ് ടി വൈ, നോം ടി എക്സ് പ്ലസ് നോം ടി വൈ. ഇതെന്ന് പറയുന്നത് നോം സ്റ്റാർ എക്സ് പ്ലസ് നോം സ്റ്റാർ വൈ. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്തു. അതായത് നോം സ്റ്റാർ ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം സ്റ്റാർ ഓഫ് എക്സ് പ്ലസ് നോം സ്റ്റാർ ഓഫ് വൈ എന്ന് കിട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി. ഇനി സ്കാലാർ മൾട്ടിപ്പിൾ കൂടി നോക്കിയാൽ പോരെ. നമ്മളെ സ്കാലാർ മൾട്ടിപ്പിൾ, അതായത് നോം ഓഫ് ലാംഡ എക്സ് സ്റ്റാർ വിച്ച് ഈസ് ഈക്വൽ ടു നോം ടി ലാംഡ എക്സ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? ലാംഡ എക്സ് ഡോട്ട് വൈ എന്ന് വരും. ഇതിൽ നമുക്ക് എന്ത് പറയും? മോഡ് ലാംഡ ഇൻറ്റു നോം എക്സ് ഡോട്ട് വൈ. ഇതെന്ന് പറയുന്നത് മോഡ് ലാംഡ ഇൻറ്റു നോം ടി എക്സ് ആണ്. നോം ടി എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് ലാംഡ ഇൻറ്റു നോം സ്റ്റാർ എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത നോം സ്റ്റാർ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് എയിലത്തെ ഒരു നോമാണ് എന്ന് കിട്ടി. സ്ക്രിപ്റ്റ് എയിലെ ഒരു നോമാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത നോം സ്റ്റാർ. നമ്മൾ ഡിഫൈൻ ചെയ്ത നോം സ്റ്റാർ എന്താ? നോം സ്റ്റാർ എക്സ് ഈക്വൽ ടു നോം ടി എക്സ് ആണ്. അത് സ്ക്രിപ്റ്റ് എയിലത്തെ ഒരു നോമാണെന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ മാപ്പിംഗ് ഉണ്ടല്ലോ, 5 ഫ്രം എ ടു എൽ ഓഫ് എ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ നോം, ഈ അതായത് നമ്മളെ നോം സ്റ്റാർ എന്ന് പറയുന്ന നോം വെച്ചിട്ട് സ്ക്രിപ്റ്റ് എയില് അത് കംപ്ലീറ്റ് ആണ് നമുക്ക് കാണിക്കണം. അപ്പൊ നമുക്ക് അറിയാം 5 എന്ന് പറയുന്ന മാപ്പിംഗ് എവിടെ നിന്ന് എങ്ങോട്ടാ? എ ടു എൽ ഓഫ് എ ആണ്. എ എന്ന് പറയുന്നത് ബെനാക് സ്പേസ് ആണ്. അപ്പൊ എൽ ഓഫ് എ സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഓൺ എയും എന്താണ്? ബെനാക് സ്പേസ് ആണ്, നമുക്കറിയാലോ. പിന്നെ പി എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം. പി ഇസ് എ സബ്സ്പേസ് ഓഫ് ക്ലോസ്ഡ് സബ്സ്പേസ് ആണ് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ നമുക്കറിയാം എവരി ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എ കംപ്ലീറ്റ് സ്പേസ് ഈസ് കംപ്ലീറ്റ് അല്ലെ. പി എന്ന് പറയുന്നത് ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എ കംപ്ലീറ്റ് സ്പേസ്. അതായത് നമുക്ക് എ കംപ്ലീറ്റ് ആയതുകൊണ്ട് എൽ ഓഫ് എ എന്തായിരിക്കും? കംപ്ലീറ്റ് ആയിരിക്കും. പി എന്ന് പറയുന്നത് ക്ലോസ്ഡ് സബ്സ്പേസ് ആയിരിക്കും. അപ്പൊ ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എ കംപ്ലീറ്റ് സ്പേസ് ഈസ് കംപ്ലീറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിയും എന്താണ്? കംപ്ലീറ്റ് ആണ്. അപ്പൊ നമ്മുടെ ഫൈ ഓഫ് എ, നമ്മൾ പറഞ്ഞിട്ടുള്ള ഫൈ ഓഫ് എ ഈക്വൽ ടു പി എന്ന് പറയുന്ന സാധനവും എന്താണ്? കംപ്ലീറ്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ മാപ്പിംഗ് 5 ഫ്രം എ ടു എൽ ഓഫ് എ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ കംപ്ലീറ്റ് ആയതുകൊണ്ട് അത് ഓൺ ടു ആണ്. അതിനെന്തും ഉണ്ടാവും? ഒരു ഐസോമെട്രി ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ബെനാക് സ്പേസിന്റെ പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ നമുക്ക് പറയാൻ പറ്റി ഫൈ ഓഫ് എ കംപ്ലീറ്റ് ആണ്, എയും കംപ്ലീറ്റ് ആണ്. ഇനി നമ്മൾ എന്താ ഇതൊരു ഇക്വലന്റ് നോം ആണല്ലേ നമുക്ക് കാണിക്കണ്ടേ. അപ്പൊ നമ്മുടെ ഒരു തിയറം 9.2.3 ആ തിയറം എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത്? ഒരു രണ്ട് നോം ഇക്വലന്റ് ആവാം. അതായത് നമ്മളിപ്പോ പറയുന്ന നോം സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ. സ്ക്രിപ്റ്റ് എയില് ഒരു നോം ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ 9.2.3 എന്താ പറയുന്നതെന്ന് വെച്ചാൽ എക്സ് ഒരു ലീനിയർ സ്പേസ് ആണ്. അതിവിടെ രണ്ട് നോം ഉണ്ടെന്ന് വിചാരിക്കാം. നോം 1ഉം നോം 2ഉം രണ്ടും കംപ്ലീറ്റ് ആണ്. അതായത് ഇപ്പൊ നോം എക്സില് നോം 1 ഒരു കംപ്ലീറ്റ്
നോംഡ് ലീനിയർ സ്പേസ് ആണ്. എക്സ് വിത്ത് നോം ടു ഒരു കംപ്ലീറ്റ് നോംഡ് ലീനിയർ സ്പേസ് ആണെങ്കിൽ അവിടെ ഒരു കോൺസ്റ്റന്റ് സി ഉണ്ടാവും സച്ച് ദാറ്റ് നോം ടു ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു നോം വൺ ഓഫ് എക്സ് ഫോർ ഓൾ എക്സ്. അങ്ങനെയാണെങ്കിൽ നോം വണ്ണും നോം ടൂവും ഇക്വലന്റ് ആണെന്നുള്ള ഒരു കൊറോളറി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്കിവിടെ നോം, അതായത് സ്ക്രിപ്റ്റ് എയിൽ ഒരു നോം ഉണ്ടല്ലോ, സ്ക്രിപ്റ്റ് എയിൽ നമ്മൾ അതായത് ഒരു നോംഡ് ലീനിയർ സ്പേസ് ആയതുകൊണ്ട് അവിടെ ഒരു നോം ഉണ്ടല്ലോ, ആ നോമും നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച നോം സ്റ്റാറും ഇക്വലന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനാ നമ്മൾ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നോം സ്റ്റാർ ഓഫ് എക്സ് എടുത്തു. നോം സ്റ്റാർ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ്, നോം ടി എക്സ് ആണ്. ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആയതുകൊണ്ട് അവിടുത്തെ നോം എന്ന് പറയുന്നത് എന്താന്ന് നമുക്കറിയാം, സുപ്രീമം നോമാണ്. y which is equal to എന്താണ്, സുപ്രീമം ഓഫ് നോം y less than or equal to 1 നോം x dot y. അപ്പൊ നമുക്ക് കിട്ടി നോം എക്സ് ഡോട്ട് വൈ എന്ന് പറയുന്നത് സുപ്രീമം നോം അല്ലേ, അതെന്ന് പറയുന്നത് അപ്പൊ എന്താണെങ്കിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം, കാരണം നോം എക്സ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ സുപ്രീമം ഓഫ് നോം വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് നോം എക്സ് വൈ. അപ്പൊ ബാക്കിയുള്ള നോം എക്സ് ഡോട്ട് വൈ ഒക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം സ്റ്റാർ എക്സ് ആണ്. ഇനി വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവും, നോം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവുന്ന എലമെന്റുകളല്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിനെ ഇ ബൈ നോമീന്ന് എഴുതാലോ. അതിനെ നമുക്ക് എന്തെന്ന് എഴുതാം, നോം സ്റ്റാർ ഓഫ് എക്സ് എന്ന് എഴുതാം. ഇനി നോമിന്റെ പ്രോപ്പർട്ടി പ്രകാരം ഇതിനെ നോം എക്സ് ബൈ നോം ഇ, കാരണം 1 ബൈ നോമീനെ നമുക്ക് പുറത്തെടുക്കാം, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം സ്റ്റാർ എക്സ്. അപ്പോൾ എക്സ് ഡോട്ട് നോം ഇ 1 ആണല്ലോ, അല്ലെ, നോം ഇ 1 ആണ്. ഇനി നോം എക്സ് ഡോട്ട് ഇ എന്ന് പറഞ്ഞാൽ നോം എക്സ് ആണ്. അപ്പൊ നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് കിട്ടി നമുക്ക്, നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം സ്റ്റാർ എക്സ് എന്ന് കിട്ടി. അപ്പൊ അത് ഒരു സി ഇൻറ്റു നോം സ്റ്റാർ എക്സ് പോലെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടുത്തെ നോമും നോം സ്റ്റാറും ഈക്വലന്റ് ആണ്. അതായത് എയിൽ ഒരു നോം ഉണ്ട്, ആ നോം നമ്മുടെ നോം സ്റ്റാറിനോട് ഇക്വലന്റ് ആണെന്ന് കിട്ടി. ഇനി അവിടെ അപ്പൊ ഇക്വലന്റ് നോം ഉണ്ടെന്നുള്ള കാര്യം അവിടെ പ്രൂഫ് ആയിട്ടോ. അപ്പൊ ഇക്വലന്റ് നോം എന്ന് പറയുന്നത് നോം സ്റ്റാർ ആണ്. നോം സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്ത നോം ടി എക്സിന്റെ നോം ആണ്, നോം ടി എക്സ് ആണ് കേട്ടോ. ഇനി അടുത്ത പ്രോപ്പർട്ടി, ഇനി അതിന് ഈക്വലന്റ് നോം 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമുക്ക് കാണിക്കാനുണ്ട്. അപ്പൊ അതാണ് നോം സ്റ്റാർ ഓഫ് എക്സ് ഡോട്ട് വൈ. ഇതെന്ന് പറഞ്ഞാൽ എന്താ, നോം ടി എക്സ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, നോം ടി എക്സ് ഡോട്ട് ടി വൈ ആണ്. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, നോം ടി എക്സ് ഇൻറ്റു നോം ടി വൈ. ഇതെന്ന് പറയുന്നത് നോം സ്റ്റാർ ഓഫ് എക്സ് ഇൻറ്റു നോം സ്റ്റാർ ഓഫ് വൈ. ഫസ്റ്റ് കണ്ടീഷൻ ആയി. ഇനി നമുക്ക് ഇക്വലന്റ് നോമിലും ഈ ഇയുടെ നോമ് 1 ആണെന്ന് കാണിക്കണം. ഇതെന്ന് പറയുന്നത് നോ ടി ഇ. ഇപ്പൊ ടി ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, ടി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ ഡോട്ട് ആ എലമെന്റ് എന്നല്ല വരിക, ഇ ഡോട്ട് എന്ത് എലമെന്റ് എടുത്താലും അത് ആ എലമെന്റ് തന്നെ കിട്ടും. അപ്പൊ ഇത് ഐഡന്റിറ്റി ആണല്ലോ, ഐഡന്റിറ്റി ഓപ്പറേറ്റർ ആണല്ലേ ടി ഇ. അപ്പൊ ഐഡന്റിറ്റി ഓപ്പറേറ്ററിന്റെ നോം എപ്പോഴും 1 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഒരു ഇക്വലന്റ് നോം ഉണ്ട്,
എന്ന് പറയുന്ന ഒരു ബെനാക്ക് ആൾജിബ്ര ആണെങ്കിൽ അവിടെ ഒരു ഇക്വലന്റ് നോം സ്റ്റാർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നോം സ്റ്റാർ. ആ നോം സ്റ്റാർ എന്ന് പറയുന്നത് നോം ടി എക്സിനോട് ഇക്വലന്റ് ആണ്. ടി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ്. ടി എക്സ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ടി എക്സ് ഓഫ് വൈ ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ ആണ് കേട്ടോ. അതിന്റെ നോം തന്നെയാണ് ഇക്വലന്റ് നോം എന്ന് കിട്ടി. ഇത്രയും കാര്യം നമ്മൾ പ്രൂവ് ചെയ്തു. ഇതാണ് കേട്ടോ ഈ ചാപ്റ്ററിൽ ആകെയുള്ള ഒരു ലെങ്തി തിയറം. ഇനി അത് വെച്ചിട്ടുള്ള ഒരു റിമാർക്ക് ഉണ്ട്. എന്തായിരുന്നു നമ്മുടെ റിമാർക്ക്? ഇതൊന്ന് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിമാർക്ക് പ്രൂവ് പറയുന്നത് ഇഫ് നോം എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഇൻറ്റു നോം വൈ ആൻഡ് നോം ഇ ഈക്വൽ ടു 1, ദെൻ ഈ രണ്ട് കണ്ടീഷനും ഉണ്ടെങ്കിൽ നോം സ്റ്റാർ എക്സ് ഈക്വൽ ടു നോം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഈ രണ്ട് കണ്ടീഷനും ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം നോം എക്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ? നമുക്ക് വേണമെങ്കിൽ നോം എക്സ് ഡോട്ട് ഇ എന്ന് എഴുതാലോ. നോം എക്സ് ഡോട്ട് ഇ എന്ന് പറഞ്ഞാൽ നോം നമ്മുടെ പ്രോപ്പർട്ടി പ്രകാരം ടി എക്സ് ഇ ആണ്, വിച്ച് ഈസ് ടി എക്സ് ഇനെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഫസ്റ്റ് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് നോം എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഇൻറ്റു നോം വൈ പ്രകാരം വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ടി എക്സ് ഇൻറ്റു നോം ഇ, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? നോമി 1 ആയതുകൊണ്ട് നോം ടി എക്സ്. നോം ടി എക്സ് എന്ന് പറഞ്ഞാൽ ഇക്വലന്റ് നോം അല്ലേ, ഇക്വൽ നോം ഓഫ് എക്സ് ആണ്. അതായത് നമുക്ക് കിട്ടി നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം സ്റ്റാർ എക്സ് എന്ന് കിട്ടി. ഇനി അതേപോലെ നോം ടി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോം ടി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നോം ടി എക്സ് എന്ന് പറഞ്ഞാൽ സുപ്രീമം ഓഫ് നോം വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 നോം എക്സ് ഡോട്ട് വൈ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് പറയാം? നോം എക്സ് എന്ന് പറഞ്ഞൂടെ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് എന്ന് പറയാം. അതായത് നോം സ്റ്റാർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ്. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് എന്താണ്? നോം സ്റ്റാർ എക്സ് ഈക്വൽ ടു നോം എക്സ്. രണ്ട് നോമും ഈക്വൽ ആണ്. അതായത് നോം എക്സ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഇൻറ്റു നോം വൈയും നോം ഇ ഈക്വൽ ടു 1 ആണെങ്കിൽ നോം സ്റ്റാർ എക്സ് ഈക്വൽ ടു നോം എക്സ് ആണ്. ഇതാണ് നമ്മുടെ റിമാർക്ക്. ഇനി നമുക്ക് രണ്ട് സെക്ഷൻ കൂടി, അതായത് ഇനി ഒരു 10.2 എന്ന് പറയുന്ന സെക്ഷന് കൂടിയുള്ള ഈ ചാപ്റ്റർ. ഇത് ഭയങ്കര ചെറിയ ചാപ്റ്റർ ആണ്. അപ്പൊ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോവരുത് കേട്ടോ. കാരണം ആകെ 2 സെക്ഷനേ ഉള്ളൂ. അപ്പൊ തേർഡ് മൊഡ്യൂളിൽ ഈ ചാപ്റ്ററിന് ഏതെങ്കിലും ഒരു ചോദ്യം വരില്ലേ, അപ്പൊ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബാക്കി നാളെ എടുക്കാം. താങ്ക് യു.